Welcome to Care and Cure to discuss the topic of oral health and systemic health and also oral cancer. We have with us dentist Dr. Stanley Johnson. Dr. Stanley, thank you so much and welcome to Care and Cure. Thank you. Pleasure having you here. Good afternoon. Doctor, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ ഈ ഡോക്ടർ പറഞ്ഞ കാര്യം ഇൻഫാക്ട് ഇറ്റ്സ് സംതിങ് ദാറ്റ് നെവർ ക്രോസ്ഡ് മൈ മൈൻഡ് ഈതർ. അതായത് നമ്മുടെ ഓറൽ ഹെൽത്ത് എത്രത്തോളമാണ് ജനറൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നതും ആൻഡ് വൈസ് വേഴ്സ. അപ്പൊ അതിന്റെ കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമോ? വാട്ട് ഈസ് ഓറൽ ഹെൽത്ത് എന്നുള്ളത്? സോ ബേസിക്കലി നമ്മുടെ വായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനറൽ ഹെൽത്തിന്റെ ഒരു വിൻഡോ ആണ്. They say the mouth is a window to general health. Why? Because your mouth is an opening point where a lot of systems അകത്തു നിന്നുള്ള എല്ലാ സിസ്റ്റംസിന്റെയും ഒരു മാനിഫെസ്റ്റേഷൻ അപ്പം ഈ എൻട്രി പോയിന്റിനകത്ത് നമ്മൾ എന്തൊക്കെ ബോഡിനകത്ത് ഇടുന്നോ അതെല്ലാം നമ്മുടെ വായിന്റെ അകത്തു നിന്നാണ് അകത്തോട്ട് പോകുന്നത്. അപ്പം അതേപോലെ തന്നെ അകത്തുള്ള അസുഖങ്ങളും പുറത്തോട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ആദ്യമായിട്ട് നമുക്ക് എന്താ പറയുക ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റും ഇറ്റ്സ് ഇൻ ദി ഓറൽ ക്യാവിറ്റി. സോ ഓറൽ ആൻഡ് ജനറൽ ഹെൽത്ത് ആർ ഡെഫിനറ്റ്ലി ഇന്റർലിങ്ക്ഡ്. ആൻഡ് ദി തിങ് ഈസ് പൊതുവായി നമ്മൾ എല്ലാവരും ഇതൊന്ന് നെഗ്ലക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. അപ്പം കുറെ സ്റ്റഡീസ് പക്ഷേ ഈ ലാസ്റ്റ് ഒരു 2 decades 3 decades ആയിട്ട് ഇത് ഈ ലിങ്ക് പ്രൂവ് ചെയ്യാനായിട്ട് കുറെ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അപ്പം these studies have kind of conclusively proved certain cases, while in some cases they are a bit here and there. Okay, confirmed 50-50, but it's definitely better to take care of your oral health in those cases than not taking care. So especially the mouth, normally തന്നെ വായനകത്ത് 300 പരം, actually some people say even 500 different types of bacteria exist in the oral cavity in a normal person. This is completely normal. Okay, the normal bacteria ആണ്. It's not nothing unhealthy, alle doctor? It's not it is a common thing. Okay. So this normal bacteria generally നമ്മൾ മൈക്രോബയോളജി പറയുമ്പോൾ gram positive cocci and shape അനുസരിച്ച് cocci or bacilli, gram positive particular staining method അനുസരിച്ച് അങ്ങനെയൊക്കെ പറയും. ഇത് പക്ഷേ ഈ ബാക്ടീരിയയുടെയും ബാഡ് ബാക്ടീരിയയുടെയും ഒരു ബാലൻസ് ഷിഫ്റ്റ് ആകുമ്പോഴാണ് അസുഖം വരുന്നത്. അപ്പം മോസ്റ്റ് കോമൺലി ഓഫ് കോഴ്സ് ഐ തിങ്ക് ഡെന്റൽ ഷോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി അറിയും പെരിയോഡോൺടൈറ്റിസ് അല്ലെങ്കിൽ ഡെന്റൽ കേരീസ്. ടു മോസ്റ്റ് കോമൺ കേരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്താ പറയുക, പല്ലിന് കേടുണ്ടായിട്ട് അകത്ത് ക്യാവിറ്റി ഉണ്ടാവും. സോ ക്യാവിറ്റി രണ്ട് കാര്യങ്ങളാണ്. ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു കാര്യം ക്യാവിറ്റിയാണ്. പിന്നെ ഡെന്റിസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ഒരു ക്യാവിറ്റിയാണ്. To remove the caries, a cavity. Correct. So apart from this, periodontitis is something directly നമ്മളുടെ ശരീരവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഡിസീസ് ആണ്. അപ്പം ഈ കാര്യത്തിൽ നമുക്ക് what I first want to say is the most common diseases that affect the gums and your oral health and general health is diabetes mellitus. Okay. Diabetes mellitus എന്ന് വെച്ചാൽ ഇപ്പം രണ്ട് ടൈപ്പ് ഓഫ് diabetes mellitus ഉണ്ട്. either insulin dependent or non insulin dependent. അപ്പം either way there is a link between നമ്മളുടെ പെരിയോഡോണ്ടൽ, നമ്മളുടെ മോണയുടെ ഗംസിന്റെ ഹെൽത്ത് ഡയബറ്റീസിനെ എഫക്ട് ചെയ്യുന്നതും ഡയബറ്റീസ് നമ്മളുടെ ഗംസിനെ എഫക്ട് ചെയ്യുന്നതും, ഈ രണ്ടും actually proven link. So interdependent. It is absolutely interdependent. In fact, that is the title of some of the studies that have come out. The interdependency of diabetes mellitus and periodontal health. Okay, ശരിക്കും ഡോക്ടർ ഇതിനു മുമ്പ് നമ്മൾ പല ഡയബറ്റീസ് സ്പെഷ്യലൈസ് ചെയ്യുന്ന ജനറൽ ഫിസിഷ്യൻസ് ഒക്കെ വന്നിരുന്നപ്പോൾ അവരും സൂചിപ്പിച്ച ഒരു കാര്യമാണ് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡെന്റൽ ഹൈജീൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. യു ഷുഡ് ഫ്രീക്വന്റ്ലി വിസിറ്റ് എ ഡെന്റിസ്റ്റ് ആൻഡ് ഗെറ്റ് the first thing that we want to consider is the relationship between diabetes to cause more gum diseases. So അതെങ്ങനെയാ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റീസ് ഉള്ളവർക്ക് കൂടുതൽ എന്താ പറയുക ബ്ലഡിന്റെ ഷുഗർ ഉണ്ട്. ഈ ഹൈ ബ്ലഡ് ഷുഗർ ഉള്ള ആൾക്കാരുടെ നോർമൽ ഇൻഫ്ലമേറ്ററി പ്രോഡക്ട്സ് കൂടും. ഇൻഫ്ലമേറ്ററി പ്രോഡക്ട്സ് കൂടുക മാത്രമല്ല ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ കുറയുകയും ചെയ്യും. അപ്പം ഈ രണ്ട് കാരണത്താൽ അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഷുഗർ ഇസ് മോർ. വെൻ ഷുഗർ ഇസ് മോർ
bacteria get more nutrition. The bacteria so is first happy. thing, bacteria, we call it, the blood is like a culture media. Blood is where the bacteria can grows. So you have more glucose for the bacteria. You have more what do you say, inflammatory products, and you have less immunity. So in this case, what happens is there is more inflammation in your gums. This can lead to loss of your bone that is surrounding the gums. അപ്പം നമ്മുടെ പല്ലിന്റെ സ്ഥിരത നഷ്ടപ്പെടും. അതിന്റെ ചുറ്റുമുള്ള അസ്ഥിയുടെ ശക്തി കുറഞ്ഞിട്ട് അത് പൊഴിഞ്ഞു പോകാൻ വളരെ ഹൈ ചാൻസസ് ഉണ്ട്. എസ്പെഷ്യലി ഈ കാലത്ത് ഇപ്പം പല്ല് എടുത്തതിന് ശേഷം ഇംപ്ലാന്റ്സ് എല്ലാവരും വെക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. Implants are more expensive. The treatment definitely people tend to prefer it over here. But the problem with people with diabetes is that you cannot rely much on the strength of your bone if your sugar is not well controlled. അപ്പം ഇംപ്ലാന്റിൽ ഏറ്റവും ഒരു ക്രിട്ടിക്കൽ ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ would you say, you have case selection. You need to select the case which you're doing an implant. And one of those criteria is the fact if the patient is diabetic. If he is diabetic, is he well controlled or is he uncontrolled? So this is where the diabetes leads to loss of your periodontal health. ഈ ബോൺ ലോസ് അല്ലാതെ പെരിഡോണ്ടൽ ആബ്സെസ്, മീനിങ് നമ്മുടെ വായന്റെ അകത്ത് പഴുപ്പ് വരിക, പിന്നെ പല്ലിന്റെ ഇടയ്ക്ക് പോക്കറ്റ്സ് ഉണ്ടാകുക, അവിടെ കയറി ഫുഡ് സ്റ്റക്ക് ആവുന്നതിൽ നിന്ന് പല്ലിന് കേടുണ്ടാകുക. So you have a whole list of things going wrong there. Okay, so with this, that side of the argument is completed. The other way is how periodontal inflammation can cause how it can lead to diabetes. So periodontal inflammation ullarka, as I said, the bad bacteria are more. So when you have the bad bacteria increased, you have what do you say, high inflammatory products within your gums. Your gums is not independent. Idipo ottekku oradathu mathram irikkunna karyalla. It is connected to the body by the blood. Blood kodi inflammatory products പോകുമ്പോൾ generally നമ്മുടെ full bodyയിലെ ഫങ്ഷൻസിനെ എഫക്ട് ചെയ്യും. ഹൗ മീൻസ് ബേസിക്കലി ഇപ്പം ബോഡിയും ഷുഗറും തമ്മിൽ, സെല്ലും ഷുഗറും തമ്മിലുള്ള ബന്ധത്തിൽ ഇതൊരു ഡിഫിക്കൽട്ടി ഉണ്ടാക്കും. ഇൻഫ്ലമേഷൻ ഇസ് മോർ. ഹെൻസ് ദ സെൽ ഇസ് നോട്ട് ടേക്കിംഗ് ദ ഷുഗർ ഇൻ ടു ഇറ്റ് സെൽഫ്. അപ്പം സെല്ല് ഷുഗർ അകത്തോട്ട് എടുക്കുന്നില്ലെങ്കിൽ ഷുഗർ എവിടെ ബാക്കി നിൽക്കും? It will stay in the blood. If the cell takes the sugar is not in the blood. True. The problem is when the cell is not taking the sugar, right? So in this way, a person with periodontal inflammation can have difficulty in controlling his diabetes. But non-diabetic ആണെങ്കിൽ diabetes വരാനുള്ള chances ഉണ്ടാവോ ഡോക്ടർ? അപ്പം അങ്ങനെയാണെങ്കിൽ is he prone to that depends on multiple other factors. The medical profession, one of the main things is everything is multifactorial. ഒത്തിരി കാരണങ്ങൾ interlinked ആണ്. ശരിയാണ്. എപ്പോഴും ഒരു പൊതുജനങ്ങൾക്ക് ആക്ച്വലി ഒരു ക്ലിയർ കട്ട് ആൻസർ വേണം. പക്ഷേ ക്ലിയർ കട്ട് ആൻസേഴ്സ് തരാൻ ചിലപ്പം ബുദ്ധിമുട്ടാണ്. ഇതിൽ നിന്ന് ഡയബറ്റീസ് വരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാമിലി ഹിസ്റ്ററി നോക്കണം, ബാക്കി കാര്യങ്ങളുണ്ട്, പിന്നെ ആളിന്റെ ഡയറ്റും ലൈഫ് സ്റ്റൈൽ, ഓൾ ഓഫ് ദോസ് തിങ്സ് പ്ലേ. ഓക്കെ. പക്ഷേ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഇറ്റ്സ് വെരി റെലവെന്റ് ഐ തിങ്ക്, ബിക്കോസ് നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു അസുഖമായിട്ട് നമ്മൾ ഡോക്ടറെ കാണാൻ പോകണമെങ്കിൽ എന്തോ ഒരു പനിയായിട്ട് പോവുകയാണെങ്കിലും ഫസ്റ്റ് അവർ ചെക്ക് ചെയ്യുന്ന വായാണ്, വായ ചെക്ക് ചെയ്യും, ത്രോട്ട് ചെക്ക് ചെയ്യും. ഇനി അഥവാ ഇനി ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിലും ദേ സേ മൗത്ത് ഹെൽത്തിലാണ് കൂടുതലും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവാൻ. ഇപ്പോൾ ഒരു ഡയറിയ ആണെങ്കിൽ പോലും ചെക്ക് യുവർ മൗത്ത്. സോ ഇൻ അനദർ ഇഷ്യൂ ദാറ്റ് ഹാപ്പൻസ് ഇൻ ഡയബറ്റിക്സ് ഇസ് എന്താ പറയുക, നമ്മളുടെ ഈ സലൈവറി ഫ്ലോ വിൽ ബി റെഡ്യൂസ്ഡ്. സലൈവറി ഫ്ലോ കുറവാണെങ്കിൽ two things, it is not washing off the bacteria. ബാക്ടീരിയ കഴുകി കളയുന്നില്ല. അപ്പം ഇത് പല്ലിന്റെ മുകളിൽ നിന്നിട്ട് പിന്നെയും കേടുണ്ടാവാനുള്ള ചാൻസ് അല്ലേ? So that is one. The other thing is Vidya പറഞ്ഞതുപോലെ gastric disorders. അപ്പം gastroesophageal reflux disease, GERD എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ട്. നമ്മള് GERD എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം ആസിഡ് ഇങ്ങനെ റിഫ്ലക്സ് ആയിട്ട് വരുന്നു. നമ്മള് വായിനകത്ത് ആസിഡ് വരും. നമുക്കൊരു ബൈലിന്റെ അല്ലെങ്കിൽ ആസിഡിന്റെ ടേസ്റ്റ് നമ്മുടെ ത്രോട്ടിൽ എപ്പോഴും ഉണ്ടാവും. ഇതിൽ നിന്ന് 2-3 കാര്യങ്ങളുണ്ട്. നമുക്ക് ചിലപ്പോൾ ഇവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പം ചിലർക്ക് ഈ ആസിഡ്
നമ്മുടെ ട്രേക്കിയയുടെ മോളിൽ ഇറിറ്റേറ്റ് ആയിട്ട് ഓക്കെ ചിലർക്ക് ഒരു ബ്രീതിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും. ബട്ട് ഇൻ ദ മൗത്ത് വാട്ട് ഇറ്റ് കോസസ് ഇസ് ഇറോഷൻ. ആസ് ഇൻ നമ്മുടെ പല്ലിന്റെ അകംഭാഗം, ഇൻസൈഡ്സ്, അവിടുത്തെ എനാമൽ എല്ലാം ആസിഡ് മൂലം വോൺ ഔട്ട് ആവും. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു വാ തുറന്നിട്ട് അകത്തെ ഭാഗം മാത്രം വോൺ ഔട്ട് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചോദിക്കും ആസിഡിറ്റി ഉണ്ടോ, എരിച്ചിലുണ്ടോ. ഓക്കെ, അറിയാത്തൊരു കണക്ഷൻ ആണ്. ദിസ് ഈസ് വൺ തിങ്. അപ്പം ആസിഡിറ്റി മാത്രം ഒരു ഡിസീസ് അല്ലായിരിക്കും, അത് വേറൊരു ഡിസീസിന്റെ ഒരു സിംറ്റം ആണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ദിസ് GERD ഈസ് സിംറ്റം ഇൻ സ്ലീപ്പ് അപ്നിയ. ഉറങ്ങുമ്പം ശരിയായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഊർക്കം വിടുന്നത്, സ്നോറിംഗ്. These things might be pointing to something else. So you can actually look in the mouth and say, okay, ശരിക്കും ഉറങ്ങാറുണ്ടോ, ഊർക്കം വലിക്കാറുണ്ടോ, acidity ഉണ്ടോ. Oh my God, എത്രത്തോളം ഇന്റർലിങ്ക്ഡ് ആണല്ലേ ഡോക്ടർ. Definitely. റൈറ്റ് ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്, കോളിലേക്ക് പോകാം. ഹലോ. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാ വിളിക്കുന്നത്? താങ്ക് യു. എന്റെ പേര് രാഹുൽ എന്നാണ്. കേട്ടില്ല പേര്. സാബു. രാഹുൽ. ഓക്കെ, രാഹുൽ സംസാരിച്ചോളൂ കേട്ടോ ഡോക്ടർ അടുത്ത്. ഹായ് ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഡോക്ടർ, അത് ഒരു ഡൗട്ട്, അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചാണ്. ആക്ച്വലി ഞാൻ എന്റെ ഒരു അണപ്പല്ല് എടുത്തിട്ടുണ്ടായിരുന്നു ഈ അടുത്ത് നാട്ടിൽ പോയ സമയത്ത്. അപ്പോ ഇതിപ്പോ ഒരു ഗ്യാപ്പായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാം. ഒരു ഗ്യാപ്പ് മോളില്, റൈറ്റ് സൈഡിൽ മോളിലാണ് എടുത്തത്. അപ്പൊ ഞാനിത് ഗ്യാപ്പ് ഇങ്ങനെ വായി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ എന്റെ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ നോർമലി ഇത് തന്നെ ഗ്യാപ്പ് അടഞ്ഞു പോവോ? അതൊരു ഡൗട്ടാണ് എനിക്ക്. ഓക്കെ, ഒരു സെക്കൻഡ്, ജസ്റ്റ് വോളിയം ഒന്ന്. രാഹുൽ കേൾക്കുന്നുണ്ടോ? ഹലോ, കുറച്ചുകൂടെ വോളിയൂമിൽ ഒന്ന് സംസാരിക്കാമോ? ഇവിടെ കുറച്ച് സൗണ്ടിന്റെ പ്രശ്നം കേൾക്കുന്നുണ്ടേ. ഒന്ന് പറഞ്ഞോളൂ ഡോക്ടർ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ ഡോക്ടർ, ഞാൻ നാട്ടിൽ പോയ സമയത്ത് എന്റെ റൈറ്റ് സൈഡിൽ ഒരു അണപ്പല്ല് എടുത്തിരുന്നു. ഓക്കെ. അപ്പോ എനിക്ക് എപ്പോഴും ഇത് ആ ഒരു ഗ്യാപ്പ് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇത് സ്ഥിരമായിട്ട് ആ ഗ്യാപ്പ് അവിടെ കാണോ, അതോ നമ്മളിപ്പോ ഈ എടുത്ത പല്ലിന്റെ ആ ഗ്യാപ്പ് നോർമലി അത് അടഞ്ഞു പോവോ എന്നുള്ളതാണ്. മറ്റ് രണ്ട് പല്ലും കൂടിയും ജോയിന്റ് ആവോ, ആ ഗ്യാപ്പ് അടഞ്ഞു പോവോ എന്നുള്ളൊരു ടെൻഷൻ. അതെനിക്ക് ഈ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു ഈ ഗ്യാപ്പ്. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ് സംസാരിക്കുമ്പോഴൊക്കെ. ഓക്കെ, ഫൈൻ, എനിക്ക് മനസ്സിലായി. അപ്പം പല്ല് എടുത്തിട്ടുണ്ട്. അപ്പം ഈ പല്ല് എടുത്തതിന് ശേഷം അവിടെ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് അതിനൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. ഞാൻ സെൽഫിലേക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് കംപ്ലീറ്റ് സംസാര സമയത്ത് എനിക്ക് ആ ഗ്യാപ്പ് വല്ലാണ്ട് ഫീൽ ചെയ്യുന്നിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. അപ്പൊ ഇത് നോർമലി അടഞ്ഞു പോവോ എന്നുള്ളതാണ് എന്റെ ഒരു ഡൗട്ട്. ഓക്കെ, എത്ര നാൾ മുമ്പാണ് പല്ലെടുത്തത്? അപ്പൊ ഓൾമോസ്റ്റ് ഒരു 3 മാസമായിട്ടുണ്ട്. 3 മാസം. ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ ആ എടുത്ത സ്ഥലത്തിന്റെ മുന്നിലെയും പുറകിലെയും പല്ല് തമ്മിലുള്ള ഗ്യാപ്പാണോ, അതോ എല്ലിന്റെ അകത്തുള്ള ഗ്യാപ്പാണോ? അല്ലല്ല, ഈ രണ്ട് പല്ലിന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള ഗ്യാപ്പ്. ഏത് അണപ്പല്ലായിരുന്നു? ഏറ്റവും അറ്റത്തെ ആയിരുന്നോ അതോ ഇച്ചിരി മുന്നിലത്തെ ആയിരുന്നോ? സെന്റർ ആണ് ആക്ച്വലി. അത് ഏറ്റവും അറ്റത്തെ അല്ല, അതിന്റെ തൊട്ട് മുമ്പത്തെ. അങ്ങനെ അത് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ അത്. ബട്ട് രണ്ട് സൈഡിലും പല്ലുണ്ട്. അപ്പൊ ഇത് ചേരുമോ, ആ ഗ്യാപ്പ് പോകുന്നുള്ളതാണ്. ഓക്കെ, ഒരു നോർമൽ മോളാർ ടീത്തിന്റെ ഗ്യാപ്പ് ഒരു അറൌണ്ട് 1 സെന്റിമീറ്ററിന്റെ അടുത്തായിട്ടെങ്കിലും വരും. അപ്പം അത്രത്തോളം ഒരു ഗ്യാപ്പ് ഓട്ടോമാറ്റിക്കലായിട്ട് അടഞ്ഞു പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി. ദാറ്റ് വോണ്ട് ക്ലോസ് ടു ദാറ്റ് ലെവൽ. ഒരു ലെവൽ വരെ അപ്പുറത്തെയും ഇപ്പുറത്തെയും പല്ലുകൾ അകന്നു വന്ന് ഇറ്റ് വിൽ ക്ലോസ് ദാറ്റ് ഗ്യാപ്പ് ടു സം ലെവൽ. ബട്ട് തീർച്ചയായിട്ടും അവിടെ ഒരു പല്ല് വെച്ചില്ലെങ്കിൽ അവിടെ എപ്പോഴും ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. നമുക്ക് അത് നോർമലി ആയിട്ടൊരു ഫീല് പോയാലും മതിയായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ പല്ല് വെക്കാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലേ? പല്ല് വെക്കാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം എന്താ പറയുക, ആ ഒരു ഗ്യാപ്പ് ക്ലോസ് ചെയ്യാനായിട്ടും ഇഫ് യു വെയിറ്റ് യു ഹാവ് ടു വെയിറ്റ് പ്രോബ്ലി ഡെക്കേഡ്. ഇറ്റ്സ് ടു ലോങ്. യു കനോട്ട് വെയിറ്റ് ഫോർ ദാറ്റ്. സോ യു വിൽ ഹാവ് ടു ഗെറ്റ് എ റീപ്ലേസ്മെന്റ് ഫോർ ദാറ്റ്. ഓപ്ഷൻസ് ഉണ്ടല്ലോ പല്ല് നമുക്ക് സ്പേസിൽ വെക്കാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. റിമൂവബിൾ ഉണ്ട്, ഫിക്സ്ഡ് ഉണ്ട്, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഇംപ്ലാന്റ്സ് ഉണ്ട്. ഈ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. യു കൻ ഡു എനി ഓഫ് ദീസ്. ഡോക്ടർ, ഒരു കാര്യം കൂടി ഉണ്ട്. എന്റെ വൈഫ് നമുക്കൊരു പല്ലിനൊരു ഹോള് വന്നിട്ട് അത് നമ്മള് മെഴുക് വെച്ച് അടച്ചിട്ടുണ്ട്. അപ്പൊ 6 months ആണ് അതിന്റെ വാലിഡിറ്റി പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടി ചെയ്യണമെന്ന് പറഞ്ഞു. ഓൾമോസ്റ്റ് 1 year ആയി. അപ്പൊ അത് പ്രശ്നമാവും അല്ലേ? നമ്മളത് എടുക്കാൻ പറ്റിയിട്ടില്ല, പിന്നെ പോയിട്ടില്ല ആള്. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാം, അപ്പൊ ഇതൊന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. അത് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. അണപ്പല്ല് തന്നെയാണ്. അപ്പൊ ആകെ എടുക്കാൻ ഭയം ഉള്ളത് കൊണ്ട് ആള് ആ ഹോൾ അടയ്ക്കാണ് ചെയ്തത്. അപ്പൊ അയാൾ പറഞ്ഞത് പെർമനന്റ് അല്ല, പെർമനന്റ് വെച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു താൽക്കാലികമായിട്ടൊരു മെഴുക് വെച്ചെന്തുമാണ് അടച്ചിട്ടുള്ളത്. അപ്പൊ
അത് 6 months ആണ് പറഞ്ഞത്. ഇപ്പൊ ഓൾമോസ്റ്റ് 1 year ആയി അത് എടുത്തിട്ടില്ല. അതുകൊണ്ട് പലരും വേറെ എക്സ്ട്രാ പ്രശ്നങ്ങൾ വല്ലതും വരുമോ? സോ ദിസ് ഞാനിപ്പം മനസ്സിലാക്കിയിടത്തോളം ഈ പല്ലിന് കേടുണ്ടായിരുന്നു. ആ കേട് വളരെ ഡീപ്പായിട്ടുള്ള കേടായിരുന്നു. ആ കേട് അപ്പം എടുത്തു കളഞ്ഞിട്ട് പറഞ്ഞു ഈ പല്ല് എടുത്തു കളയേണ്ട പല്ലാണ്, പക്ഷെ അത് ചെയ്യാൻ ടെമ്പററിലി നോട്ട് പോസിബിൾ ആയിരുന്നത് കൊണ്ട് അതൊരു ഫില്ലിംഗ് വെച്ചിട്ട് അടച്ചിട്ട് 6 month വാലിഡിറ്റി തന്നിട്ടുണ്ട് അല്ലേ? സോ ഈ കേസിൽ എന്താന്ന് വെച്ചാൽ എടുക്കേണ്ട പല്ലാണെങ്കിൽ അകത്ത് ഇൻഫെക്ഷൻ ഇപ്പോഴും കാണും. അപ്പം അകത്ത് ഇൻഫെക്ഷൻ ഇപ്പം യങ് പേഴ്സൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആയതുകൊണ്ട് ഫോർ എ ലോങ് ടൈം ഒന്നും അറിയാതിരിക്കും. പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് ആ ഇൻഫെക്ഷൻ റീആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ ഒരു ആബ്സസ്, പഴുപ്പ്, ഓക്കെ, പഴുപ്പ് അല്ലെങ്കിൽ അവിടുന്ന് എന്താ പറയുക ആ പല്ലിന്ന് ഭയങ്കര വേദന, തടിപ്പ്, ഇതൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് എടുക്കാനുള്ള പല്ലാണെങ്കിൽ എടുത്തു കളയുക. അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്ത് സേവ് ചെയ്യാൻ പറ്റുന്ന പല്ലാണെങ്കിൽ അത് ആ നിലയിലുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാൻ നോക്കുക. അത് ഡോക്ടറിന്റെ എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ റൂട്ട് കനാൽ ചെയ്ത് നമുക്ക് പെർമനന്റ് ആയിട്ട് ചെയ്താലും അത് ഓക്കെ ആവുമല്ലോ അല്ലേ? അത് ഡിപെൻഡ്സ് ഓൺ ദി ടൂത്ത്. അത് ഇൻഡിവിജ്വലായിട്ട് ഡോക്ടർ അത് അസസ് ചെയ്യണം. ഡോക്ടർ അത് കണ്ടിട്ട് റൂട്ട് കനാൽ ചെയ്തിട്ട് സേവ് ചെയ്യാൻ പറ്റുന്ന ടൂത്ത് ആണെങ്കിൽ ആ ടൂത്ത് അങ്ങനെ സേവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എടുത്തു കളയണം. ഈ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ നമ്മൾ പല്ലിന്റെ അകത്തുള്ള ഇൻഫെക്ഷൻ എടുത്തു കളയാണ് ഒന്ന്. പല്ല് എടുത്ത് കളയുമ്പോഴും ഇൻഫെക്ഷൻ എടുത്ത് കളയാം. പക്ഷെ ഇൻഫെക്ഷൻ എടുത്ത് കളയാതെ ആ പല്ലോട് വെക്കുന്നതൊരു പ്രോബ്ലമാണ്. ഓക്കെ രാഹുൽ, താങ്ക് യു. ഡോക്ടർ, ഒരു കോളറും കൂടി ഉണ്ട്. ഹലോ 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 ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാ വിളിക്കുന്നത്? പേര് കേട്ടില്ല. ഓക്കെ, സംസാരിച്ചോളൂ ഡോക്ടർ അടുത്ത്. ടിവിയുടെ വോല്യൂം ഒന്ന് കുറയ്ക്കാമോ അവിടെ? ടിവി ഒന്ന് മ്യൂട്ട് ചെയ്യണേ. TV, can you mute the television please? Just fine, you muted the television. Okay, you can talk to the doctor now. Okay, I've muted the television. Okay. Hi, Dr. Stanley John. Hi. Hi. Okay. I'm Shane from year 6. Okay. And I want to know some tips on oral health. Okay. I just want some brief tips on oral health. Are you looking for any specific tips? No, just a way to maintain my health. Okay, the way to maintain your health. Okay. He's a little kid, doctor. He's a little kid. Okay. Nice to talk to you, Shane. There are a lot of tips for the dental health of children, which are definitely being told by advertisements, by your teachers, your parents, and all of those things. So you'd be aware of a lot of them. The basic things should be covered, that is brushing. And in brushing, I want to emphasize the fact that your toothpaste doesn't matter. It is your toothbrush that matters more. And your toothbrush should be soft bristled. And you should take depending on your age, you're year 6, so I assume you're around 10 years old. A normal tea-sized amount, or probably slightly more for your age. Brush twice a day. Do not brush from side to side. Do not brush in this way. Brush in an up and down manner. This will reduce any damage to your teeth. Apart from these, after every meal, rinse your mouth regularly. Apart from that, the other thing is you have to avoid your favorite food sometimes. I mean, these sugary sweets, the sugary drinks, the sodas. Those are things that you should definitely keep to a minimum. With these things, generally, your children's oral health is quite well maintained. Any teeth that are shaking or supposed to go, if you feel that they're not going, tell your parents, and you'll have to visit the dentist and get those teeth pulled out. All right, Shane. Okay, and one more thing, doctor. It's me, Shane, and Cyrus. We're nephews. Oh, okay. Hi, Shane and Cyrus. I know these things. Oh, all right. Okay. Are they your patients, doctor? They're my cousin's children. Oh, okay. Okay. Now, say hi to everyone at home. Thank you for calling, Shane. You're welcome. Thank you. Thank Bye. Okay, bye.
But doctor, the best thing is കുട്ടികളെ ഇൻട്രസ്റ്റ് എടുത്ത് വിളിക്കുന്നുണ്ട് ഓറൽ ഹൈജീന്റെ കാര്യം ചോദിക്കാൻ അല്ലേ? I know. I mean, I had just told them I'll be on the program. Right. So they went ahead and the parents are not at home. They are how checking interesting. it out. അല്ല, ഈ ഒരു വിഷയമായിട്ടും they calling എന്നുള്ളത് is something that's commendable. So doctor, ഇപ്പൊ നമ്മൾ രാഹുലിന്റെ കേസ് എടുക്കുകയാണെങ്കിലും രാഹുലിന്റെ കേസിൽ പറഞ്ഞത് ഇതുപോലെ വൈഫിന് പല്ല് എക്സ്ട്രാക്ട് ചെയ്തിട്ടില്ല ഇൻ സ്പൈറ്റ് ഓഫ് ഇറ്റ് ബീങ് ഇൻഫെക്റ്റഡ് എന്ന് പറഞ്ഞു. അതിപ്പോ ഇമ്മ്യൂണിറ്റി നല്ല ഒരു പ്രായമാണെങ്കിൽ ഇമ്മ്യൂണിറ്റി ഈസ് ഗുഡ്, ബട്ട് വാട്ട് ആർ ദ പോസിബിൾ കോംപ്ലിക്കേഷൻസ് ഡോക്ടർ ഇൻ ഫ്യൂച്ചർ ഇഫ് യു ഡോണ്ട് എക്സ്ട്രാക്ട് ആൻ ഇൻഫെക്റ്റഡ് ടൂത്ത്? See, so what happens is infection ഉള്ള പല്ലാണെങ്കിൽ അകത്തേക്ക് ഇൻഫെക്ഷൻ പോയിട്ടുണ്ട്. അകത്തേക്ക് മീനിങ് ഇനാമൽ ഡെന്റിൻ പൾപ്പ് എന്ന് പറയുന്ന 3 ലേയേഴ്സ് ആണ് പല്ലിനുള്ളത്. ഇനാമലും ഡെന്റിനും ഹാർഡ് ലേയേഴ്സ് ആണ്, കട്ടിയുള്ള ലെയർ ആണ്. അതിന് ബ്ലഡ് സപ്ലൈ ഇല്ല. ഓക്കെ, അപ്പം ഇൻഫെക്ഷൻ അതിലുണ്ടെങ്കിൽ അത് എടുത്തു കളഞ്ഞാൽ അവിടെ തന്നെ നിൽക്കും. പക്ഷെ പൾപ്പിനകത്ത് കയറി കഴിഞ്ഞാൽ യു ഹാവ് ടു റിമൂവ് ദി എൻറ്റയർ പൾപ്പ് ഓഫ് ദ ടീത്ത്. അപ്പം ഒരു പൾപ്പ്, ടീത്തിന്റെ പൾപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അതിന്റെ നെർവ്സ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്. അപ്പം ഈ നെർവ്സും ബ്ലഡ് വെസൽസും ഈ പല്ലിന്റെ മൊത്തം എടുത്ത് കളഞ്ഞില്ലെങ്കിൽ ആ പല്ലിന്റെ അകത്ത് ആ ഇൻഫെക്ഷൻ എപ്പോഴും കിടക്കും. അപ്പം ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ റിമൂവിങ് ദി എൻറ്റയർ innervation, that is the nerve supply and the blood supply of this tooth until the end of the root, and then you are allowing the body to heal. Appo aa pallinte atthathinte kazhinjittulla body lotulla connections adu body ide responsibility adu normal healing ettedutholum. But within the tooth we have to clean it. So that is the root canal treatment. Right. Root canal treatment kondu save cheyan pattatha tooth undu, like athrekkum പഴുത്തത് മാത്രമല്ല ബാക്കി വേര് മാത്രം ബാക്കിയുള്ള പല്ലുകൾ ചിലത് കണ്ടു കാണും. ഓൾഡ് പീപ്പിളിനകത്ത് കേട് വന്നിട്ട് പോകാതെ ഡോക്ടറിനടുത്ത് പോകാതിരുന്ന് ജസ്റ്റ് റൂട്ട്സ് മാത്രം ഉണ്ടെങ്കിൽ യു കനോട്ട് ഡു റൂട്ട് കനാൽ, യു നീഡ് ടു ഗെറ്റ് ഇറ്റ് റിമൂവ്ഡ്. ഓക്കേ ഡോക്ടർ, ഒരു കോളർ ഉണ്ട്. ഹലോ. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ വിളിക്കുന്നേ? ഗുഡ് ആഫ്റ്റർനൂൺ, എൻ്റെ പേര് ഫാസിൽ. ഓക്കെ ഫാസിൽ, സംസാരിച്ചോളൂ ഡോക്ടർ അടുത്ത്. ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്കറിയാനുള്ളത്, ഞാനൊരു പല്ല് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു 10 വർഷം. നമ്മളെ ഒരു പല്ല് എടുത്തിട്ട് അതിന് പകരം ഒന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് പിന്നെ വേറൊന്നും പ്രശ്നമില്ലല്ലോ, അത് പിന്നെ എടുത്തു വെക്കണം. 10 വർഷം ഒന്നും ഇതുവരെ ഒന്നും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ കണ്ടിന്യൂസ് ആവുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? ആ പല്ലുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നത്, ആ ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്കൊന്ന് ഫാസിൽ ഇംപ്ലാന്റ് വെച്ചിട്ടുണ്ടെന്നാണോ പറഞ്ഞത്? പഴയ പല്ല് പറിച്ചു കളഞ്ഞിട്ട് വേറെ പല്ല് വെച്ചു എന്നാണോ പറയുന്നത്? ഇംപ്ലാന്റ് വെച്ചു, അതിപ്പോ 10 years ആയി. അപ്പൊ അതിന്റെ ഒരു വാലിഡിറ്റി ആണ് ചോദിക്കുന്നതെന്ന് തോന്നുന്നു. വാലിഡിറ്റി അങ്ങനെ ഒന്നും ഉണ്ടോ? അത് മാറ്റി വെക്കാൻ അങ്ങനെ ഒന്നും ഉണ്ടോ? ഇല്ല, അങ്ങനെ ആക്ച്വലി നമ്മൾ ഏത് പല്ല് എടുത്തു കഴിഞ്ഞാലും റീപ്ലേസ്മെന്റ് ചെയ്യണം എന്നാണ് റെക്കമെൻഡേഷൻ. റീപ്ലേസ്മെന്റിൽ റിമൂവബിൾ, ഫിക്സ്ഡ്, ഇംപ്ലാന്റ് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഫിക്സ്ഡ് ആണ്. ഫിക്സ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഒരു അടുത്ത പല്ലിന്റെ സപ്പോർട്ട് എടുത്തിട്ട് ഈ പല്ലിലോട്ടും വെച്ചതാണോ അതോ? അങ്ങനെ പിന്നെ രണ്ട് സപ്പോർട്ടായിട്ട്. സോ ഇറ്റ്സ് എ ബ്രിഡ്ജ് എന്നാണ് അതിനെ വിളിക്കുന്നത്. നമ്മുടെ ആ ഏരിയയിൽ ഒരു വേറെ കുഴപ്പം, മോണയ്ക്കോ അടുത്തുള്ള പല്ലുകൾക്കോ ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ അതിനൊരു കുഴപ്പവുമില്ല. ഞാനീ പറഞ്ഞതുപോലെ ഈ കാലങ്ങളിൽ ആൾക്കാർക്ക് മെഡിക്കൽ ഫീൽഡും ഒരു വാറന്റിയും ഗ്യാരണ്ടിയും ഉള്ള ഫീൽഡായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇപ്പം മാർക്കറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ പറയും 13 വർഷം ഗ്യാരണ്ടി, 12 വർഷം ഗ്യാരണ്ടി എന്നൊക്കെ പറയും. ബട്ട് മെഡിക്കൽ ഫീൽഡിൽ അത്രയും ഗ്യാരണ്ടി ഇറ്റ്സ് മാർക്കറ്റിംഗ് പ്ലോയ്. പ്രാക്ടിക്കലി സ്പീക്കിംഗ് പ്രോബ്ലം ഇല്ലെങ്കിൽ അത് എത്രത്തോളം വർഷം നിൽക്കുന്നോ അത്രത്തോളം വർഷം വരുന്നാലും ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഇനി എന്തെങ്കിലും അല്ലല്ല, കുഴപ്പമൊന്നുമില്ല. എനിക്കൊരു ഡൗട്ട്, 10 വർഷം ഒന്നും ഇതുവരെ ഒന്നും പ്രശ്നമൊന്നുമില്ല. ചെറിയൊരു ഡൗട്ട്, അങ്ങനെ മാറ്റി വെക്കണത് ഡോക്ടർ പറഞ്ഞതുപോലെ മുമ്പ് അങ്ങനെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു, 15 വർഷമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. എത്ര വർഷമാണെങ്കിലും നമുക്ക് ഒരു പ്രോബ്ലം തോന്നുമ്പോൾ ചിലപ്പം ആ അടുത്ത പല്ലുകളുടെ മോണ ഇച്ചിരി ഇറങ്ങിപ്പോയി ഇതിന്റെ ഇടയ്ക്ക് ഫുഡ് സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ സപ്പോർട്ട് എടുത്ത 2 പല്ലുകൾക്കും ഈ ക്യാപ്പിന്റെ അടിയിൽ പിന്നെ കേട് തുടങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനത്തെ കാരണങ്ങളിൽ നമുക്ക് വേദന വല്ലതും തോന്നിയാൽ അപ്പോഴാണ് നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോയി ഇത് ചിലപ്പോൾ മാറ്റേണ്ടി വരും. അങ്ങനത്തെ പ്രോബ്ലംസ് ഇല്ലാത്തിടത്തോളം യു ആർ ഫൈൻ. താങ്ക് യു. യു ആർ വെൽക്കം. താങ്ക് യു ഫാസിൽ.
ഫാസിലിന്റെ കാര്യം കുറച്ച് രസകരമാണ്. പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് പ്രശ്നമാണോ എന്ന് ചോദിച്ചു വിളിച്ചേക്കും. പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളുടെ ഈ കാലത്ത് ഡെന്റിസ്റ്റും ഇങ്ങനെ വാറന്റി ഗ്യാരണ്ടീസിൽ അത് ഞങ്ങളുടെ ഫോൾട്ട് അല്ല. ദ പ്രോബ്ലം ഇസ് ദ മാർക്കറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. പീപ്പിൾ ആസ്ക് ഫോർ ഗ്യാരണ്ടി. നാളെ പൊട്ടി പോമോ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നെയും ചെയ്യേണ്ടി വരും എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. സോ വി വിൽ കമ്പനീസും ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്ന മെറ്റീരിയൽസും അവർ പറയും 13 ഇയർ 12 ഇയർ ഗ്യാരണ്ടി ഒക്കെ ഉള്ളതാണ്. അപ്പം നമ്മൾ അങ്ങനെ പറയും. പക്ഷെ പേഷ്യന്റിന്റെ സൈഡിൽ നിന്ന് പല്ല് ശരിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ ആ മോണ ഇറങ്ങി പോകുക അല്ലെങ്കിൽ മറ്റേ പല്ലിന് കേട് വന്നിട്ട് ഇതിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ then things can go. Okay, all right. നമ്മൾ കെയർ ആൻഡ് ക്യൂറിൽ ഡോക്ടർ സ്റ്റാൻലി ജോൺസൺ ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വി ആർ ഡിസ്കസിംഗ് ദ ടോപ്പിക് ഓഫ് ഓറൽ ഹെൽത്ത് ആൻഡ് ഹൗ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു സിസ്റ്റമിക് ഹെൽത്ത്. Stay tuned because we are going for a short commercial break. Welcome back to Care and Cure. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ സ്റ്റാൻലി ജോൺസൺ ആണ്. And we are discussing general dentist health, oral health and general health. അല്ലേ ഡോക്ടർ? And how critical it is. പല കാര്യങ്ങൾ നമ്മൾ നിസ്സാരമായിട്ട് കളയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലേ, when it comes to oral hygiene and how it's related to general health. So doctor, going back to the two callers that we had a while ago, ഒന്ന് രാഹുലിന്റെ കേസിൽ ഡോക്ടർ പറഞ്ഞിരുന്നു ഒരു ഇൻഫെക്റ്റഡ് പല്ല് എത്രത്തോളം ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു റിമൂവ് ഇറ്റ് എന്നുള്ളത്. നെക്സ്റ്റ് കേസിൽ ഇതുപോലെ പല്ല് റീപ്ലേസ് ചെയ്തിട്ട് ആൻഡ് അതിനുള്ള ഒരു ലൈഫ് സ്പാൻ, ഒരു ഗ്യാരണ്ടി ചോദിച്ചുകൊണ്ടാണ് ഫാസിൽ വിളിച്ചിരുന്നത്. സോ ഈ റീപ്ലേസ് ചെയ്യുന്ന പല്ലുണ്ടല്ലോ ഡോക്ടർ നേരത്തെ ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞിരുന്നു, ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വെൽ വി ആർ ടേക്കിംഗ് കെയർ ഓഫ് ഇറ്റ് അല്ലേ? അപ്പോൾ അത് എന്താ ഒരു ബ്രീഫായിട്ട് ഒന്ന് ഡൂസ് ആൻഡ് ഡോൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്? ദീസ് തിങ്സ് അപ്പം ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് ഈ കാര്യങ്ങളിൽ. അത് ഏത് ടൈപ്പ് ഓഫ് റീപ്ലേസ്മെന്റ് ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അതനുസരിച്ചിരിക്കും. ഓക്കെ ഡോക്ടർ, സോറി ടു ഇന്ററപ്റ്റ്. നമുക്കൊരു കോളർ ഉണ്ട്, കോളിലേക്ക് പോയിട്ട് വി കൻ കണ്ടിന്യൂ. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാ വിളിക്കുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ, എന്റെ പേര് ഷബ്ന. ഷബ്ന, അതെ. ഓക്കെ ഷബ്ന, സംസാരിച്ചോളൂ ഡോക്ടർ അടുത്ത്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. എനിക്ക് എന്റെ ലാസ്റ്റത്തെ പല്ല്, താഴത്തെ ലെവലിൽ ലാസ്റ്റത്തെ പല്ല് വരുന്നത്, അതായത് മോണ ലാസ്റ്റ് ഉള്ളത്, അത് എനിക്ക് 1 മന്തോളായിട്ട് പെയിൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോ 2 ആഴ്ച മുമ്പ് ഞാൻ ഡോക്ടറെ കാണിച്ചു, ഡെന്റൽ നോർമൽ. അപ്പൊ അവിടെ ഒരു എക്സ്റേ എടുത്തേരം പറഞ്ഞു അവിടെ അങ്ങനെ ഇൻഫെക്റ്റഡ് ആയപ്പോ പല്ല് എടുക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞു. എടുക്കാൻ പറ്റത്തില്ലെന്നോ? എടുക്കാൻ പറ്റുന്നില്ല, കാരണം അത് മൊത്തം ഇൻഫെക്ഷൻ ആണ് പറഞ്ഞത്, ഡീപ്പായിട്ടുള്ള ഇൻഫെക്ഷൻ ആണ് പറഞ്ഞത് പല്ല്. അപ്പൊ അവിടെ എനിക്ക് ടാബ്ലറ്റ് തന്നു, ആന്റിബയോട്ടിക് 2 ടൈപ്പ് ഒക്കെ തന്നു, അപ്പൊ പെയിൻ കില്ലറും തന്നു. അപ്പൊ അവര് എന്നോട് പറഞ്ഞു ആഫ്റ്റർ 2 വീക്സ് വന്നിട്ട് എടുക്കണം എന്ന് പറഞ്ഞു, പല്ല് എടുക്കണം എന്ന് പറഞ്ഞു, അതായത് ഈ ഇൻഫെക്ഷൻ മാറിയ ശേഷം. പക്ഷെ എനിക്ക് അവര് പറഞ്ഞ് സഡേഷൻ അങ്ങനെ അധികം ഇടാൻ പറ്റില്ല, പെയിൻ അറിയുമെന്ന് പറഞ്ഞു എടുക്കുന്ന സമയത്ത്. ബോണ് കട്ട് ചെയ്തൊക്കെ എടുക്കണം, കാരണം അത്ര ഇതായി പോയിരുന്നു പറഞ്ഞു പല്ല്. അപ്പം ഇത് ഏറ്റവും ലാസ്റ്റിലെ ടൂത്ത് ആണോ അതോ ഇച്ചിരി മുന്നിലോട്ടുള്ള അണപ്പലാണോ? ഏറ്റവും ലാസ്റ്റ്, അതായത് ഏജ് കുറച്ച് ഓവറായിട്ട് വരുന്നില്ല, 21. അതെ അതെ. ഓക്കെ ഓക്കെ. വിസ്ഡം ടൂത്തിന്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്ന കേസസ് വളരെ കോമൺ ആണ്. വിസ്ഡം ടൂത്ത് വരുന്നത് തന്നെ 18 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള 18 to 23 ഇയേഴ്സ് ആ ഏജിലാണ് ഈ വിസ്ഡം ടൂത്ത് വരുന്നത്. അപ്പം ഈ പല്ല് വരുമ്പം അനേക ആൾക്കാർക്ക് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലമില്ല. അവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് അത് വെരി ഓഫൺ സ്റ്റക്കായി പോവും, അല്ലെങ്കിൽ ലൊക്കേഷനും ഓർഡറും തെറ്റി വരും. ചിലപ്പം ചരിഞ്ഞു വരും, ബാക്കിലോട്ടോ ഫ്രണ്ടിലോട്ടോ ചരിഞ്ഞു വരും. അങ്ങനെ അതിൽ കൂടുതൽ ഫുഡ് സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ അതിൽ കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഈ ലാസ്റ്റ് പല്ലിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പല്ലിന്റെ സ്ട്രക്ചർ അല്ലാത്ത ഒരു പല്ലാണ്. ചിലപ്പം അതിന്റെ റൂട്ട്സ് ഒക്കെ വളരെ കേർവ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പം ഷബ്നയുടെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഷബ്നയ്ക്ക് അവിടെ ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പം ഇൻഫെക്ഷൻ ഉള്ളപ്പം നമ്പർ 1 തിങ്, ആ സമയത്ത് ഉടനെ അവിടെ ഒരു സർജിക്കൽ ട്രീറ്റ്മെന്റ് ലോക്കലായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ലോക്കൽ അനസ്തീസിയ ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് സർജറി ചെയ്യുന്നത്. ലോക്കൽ അനസ്തീസിയ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ പാടില്ല. കാരണം ലോക്കൽ അനസ്തെറ്റിക്കും ഇൻഫെക്ഷൻ്റെയും pH, നമ്മളുടെ അസിഡിറ്റി
ഡിഫറെൻ്റ് ആണ്. അപ്പം ഇൻഫെക്ഷൻ ഉള്ള സ്ഥലത്ത് ലോക്കൽ അനസ്തെറ്റിക്കിൻ്റെ പ്രവർത്തനം വളരെ കുറവായിരിക്കും. അപ്പം തീർച്ചയായിട്ടും ആ സമയത്ത് വേദന ഒത്തിരി കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അവർ ആൻറ്റിബയോട്ടിക്കും പെയിൻ കില്ലറും തന്ന് 2 ആഴ്ച കഴിഞ്ഞ് ഇൻഫെക്ഷൻ കുറവായിരിക്കുമ്പം നമുക്ക് ഈ സർജറി ചെയ്യാമെന്ന് പറഞ്ഞത്. നമ്പർ 1. നമ്പർ 2, ബോൺ കട്ട് ചെയ്തെടുക്കണമെന്ന് അവർ പറഞ്ഞത് ബിക്കോസ് ഞാൻ ഈ പറഞ്ഞതുപോലെ സാധാരണ പല്ലിൻ്റെ റൂട്ട്സ് അതിൻ്റെ വേര് ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിൻ്റെ ചിലപ്പം കേർവ്ഡ് ആയിരിക്കും. കേർവ്ഡ് റൂട്ട് ആയിരിക്കുമ്പം ഒറ്റ നമ്മൾ സാധാരണ എടുക്കുന്ന രീതിയിൽ ക്ലോസ്ഡ് എക്സ്ട്രാക്ഷൻ എന്ന് പറയും, അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവസാനം ഈ വേരിൻ്റെ അറ്റം എല്ലിൻ്റെ അകത്ത് സ്റ്റക്കായി കിടക്കും. അതപ്പോൾ എടുക്കാൻ പിന്നെയും കുറേ ഡിഫിക്കൽട്ടി ആകും. അപ്പം ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് ചെറുതായിട്ട് അവിടെ അനസ്തെറ്റിക് അപ്ലൈ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊരു വിൻഡോ ഉണ്ടാക്കുക, ബോണിനകത്ത് കട്ട് ചെയ്തിട്ട് ഈ പല്ല് അതേ പടുതി എടുക്കുക, എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചു വെക്കുക. അതായിരിക്കും എളുപ്പം ഉള്ള ട്രീറ്റ്മെന്റ്. അപ്പൊ അതിനും കൂടെ ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടാവും. അവര് ഡോക്ടർ പറഞ്ഞിടത്തോളം അവര് പറഞ്ഞു 2 ആഴ്ചത്തോളം അധികം സംസാരിക്കാൻ പാടില്ല, ഇവിടെ അനക്കാൻ പാടില്ല, അതൊക്കെയാ പറഞ്ഞത്. ഫിഷ്ഡ് ഐറ്റംസ് കഴിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം അവിടെ ഇൻഫെക്ഷൻ ഉള്ളിടത്തോളം ഓൾറെഡി അവിടെ കഴിക്കുന്ന കാര്യങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന്. രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറി ചെയ്ത് കഴിഞ്ഞാൽ എസ്പെഷ്യലി ബോൺ തുറന്നിട്ടുള്ള ഒരു സർജറിയാണ്. അപ്പം സർജറി ചെയ്ത ഏത് സ്ഥലത്താണെങ്കിൽ നമ്മൾ പ്രത്യേകം ഒരു ശ്രദ്ധ അവിടെ കൊടുക്കും. അവിടെ എങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ട കേസസും ഉണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ കേസ്. ഇൻഡിവിജ്വൽ ഡോക്ടേഴ്സ് അസിസ്റ്റ് ചെയ്തിട്ട് എന്താ പറയുക, ഇത് മോസ്റ്റ് കോമൺലി ഓറൽ മാക്സിലോഫേഷ്യൽ സർജൻ എന്ന് പറയുന്ന സ്പെഷ്യാലിറ്റി ഉള്ള ഡോക്ടർ എടുക്കേണ്ട കേസാണ് ഓപ്പൺ ചെയ്തിരിക്കുന്ന കേസുകൾ. ഓറൽ സർജൻ എന്ന് പറഞ്ഞാൽ മതി, ഡോക്ടേഴ്സിന് മനസ്സിലാകും. ഓറൽ സർജൻസ് അവരെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അപ്രോപ്രിയേറ്റ്ലി അത് ഡയഗ്നോസ് ചെയ്യും. ചിലപ്പം ചില പേഷ്യൻസിന് ഇൻഫെക്ഷൻ ഒട്ടും പോകുന്നില്ല, അവിടെ വലിയ പ്രശ്നമാണെങ്കിൽ അവർ ചിലപ്പം ഹോസ്പിറ്റലൈസേഷൻ സെഡേഷൻ അനുസരിച്ച് ചെയ്യേണ്ടി വരും. ബട്ട് ഫസ്റ്റ് ഒരു ഓറൽ സർജനെ കൺസൾട്ട് ചെയ്യും. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞത് ബോൺ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പെയിൻ അറിയാൻ സാധിക്കും, കാരണം ഇവിടുത്തെ റൂൾ അനുസരിച്ച് ഇത്ര അനസ്തേഷ്യക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, അപ്പൊ അതനുസരിച്ച് തരാൻ പറ്റത്തുള്ളൂ എനിക്ക് പറയുന്നത് ഡോക്ടർ. ഓക്കെ, അപ്പം ഈ കേസിൽ ബേസിക്കലി ഷബ്നനെ കണ്ട ഒരു ഡോക്ടറിന് എന്നെക്കാട്ടിൽ കൂടുതൽ ഈ കേസിനെ കുറിച്ച് അറിയാൻ പറ്റും. എത്രത്തോളം കാണുന്നു, ഡയറക്ട്ലി എത്രത്തോളം പരിചയപ്പെടാൻ പറ്റുന്നോ അത്രയും കൂടുതൽ നമുക്ക് ആ കേസിനെ അസിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഷബ്ന എന്നോട് പറഞ്ഞ ഇൻഫർമേഷൻ അനുസരിച്ച് ഈ ഓപ്ഷൻസ് ഇങ്ങനെയാണ്. പക്ഷെ ഡോക്ടർ ആ ഒരു ഇൻഫർമേഷനാണ് പറഞ്ഞിട്ട് ഉള്ളതെങ്കിൽ maybe his assessment, his judgment is correct. You will have to follow what your doctor said. ഓക്കെ, ഷബ്ന ഇനി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡോക്ടർ വന്ന് കണ്ടോളൂ കേട്ടോ. ഡോക്ടർ സ്റ്റാൻലി ജോൺസൺ NMC അവൈലബിൾ ആണ്. അജ്മാനിലാണ് അല്ലേ ഡോക്ടർ? എന്തായാലും ഷബ്ന, ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഇല്ലേ, അതിലേക്ക് മെസ്സേജ് അയച്ചോളൂ. അപ്പൊ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ടൈമിങ്സ് ഒക്കെ പറഞ്ഞുതരാം, എന്നിട്ട് പോയി കാണാം ഡോക്ടറിന്. ഓക്കെ, ഓക്കെ, താങ്ക് യു ഷബ്ന. ഓക്കെ, ബൈ. ഓക്കെ ഡോക്ടർ, ഒരു കോളറും കൂടി ഉണ്ട്. ഹലോ ഹലോ ഹലോ, ലൈൻ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഹലോ, അത് ഡിസ്കണക്ട് ആയി ഡോക്ടർ, കോൾ ഡ്രോപ്പ് ആയി. ഓക്കെ, വീണ്ടും ട്രൈ ചെയ്യൂ. ഇഫ് യുവർ കോൾ ഹാസ് ബീൻ ഡ്രോപ്പ്, പ്ലീസ് ഡു കീപ് ട്രൈങ്, കണക്ട് ആവുന്നവരെ. റൈറ്റ് ഡോക്ടർ, ഷബ്നയുടെ കേസിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒന്നാമത് പേടിയാണ് ആൾക്കെന്ന് തോന്നുന്നു, ഒരു സർജറിയുടെ ഒരു സർജിക്കൽ വറീസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് വി ഹാവ് ഇനഫ് ടെക്നോളജി ആൻഡ് ഇനഫ് മെത്തേഡ്സ് ടു റെഡ്യൂസ് ദ പെയിൻ അല്ലേ ഡോക്ടർ? സർജിക്കൽ പെയിൻ റെഡ്യൂസ് ചെയ്യാൻ ഒത്തിരി മൊഡാലിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് തിങ് ഒരു പെയിൻ റെഡ്യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് പേഷ്യന്റിന്റെ ആങ്സൈറ്റി കുറയ്ക്കുക. അവിടെ തന്നെ ഒരു 30% ഓഫ് യുവർ ഇഷ്യൂസ് ആർ സോൾവ്ഡ്. അപ്പം പേഷ്യന്റ് ആങ്സൈറ്റി കുറയ്ക്കുക, പേഷ്യന്റിനെ കംഫർട്ടബിൾ ആക്കുക, ഇത്രയും കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ കോളർ വന്നു. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ വിളിക്കുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ, മിസ്സസ് ജയശ്രീ ഫ്രം ഗിസൈസ്. സോറി, പേര് ജയശ്രീ? ജയശ്രീ. ഓക്കെ ജയശ്രീ, യു ക്യാൻ ടോക്ക് ടു ദ ഡോക്ടർ. സംസാരിച്ചോളൂ. ജയശ്രീ, ഒന്ന് ടിവിയുടെ വോള്യൂം കുറച്ച് വെക്കാമോ? മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ, ബിക്കോസ് എക്കോ അടിക്കുന്നുണ്ട് ഇവിടെ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ. I wanted to ask you for my daughter. Yes. She had put the braces, doctor, earlier. All right. Now the problem is when she removed the braces,
when I consulted with the doctor, it was bleeding slightly. Okay. After that, when I went in over there, they said it is bone degradation. Okay. What can I do for that, doctor? Okay. Where was the bleeding from the gums? This was done in India. Okay. This was done in India. She was studying over here. And then she went in for braces. All right. After that, and the braces was removed, she had to put retainers. Okay. Retainers retain ശേഷം പിന്നെ സ്ലൈറ്റ് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു ഡോക്ടർ. ആൻഡ് ഇത് പല്ല് കുറച്ച് അകന്നു പോവായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോ അതിന് നോക്കിച്ചപ്പോഴാണ് അവര് പറഞ്ഞത് ഇതുമാതിരി സ്ലൈറ്റ് ബോൺ ഡീഗ്രഡേഷൻ ഉണ്ട് ഗംസിന്. ഓക്കെ ഫൈൻ. എത്ര നാളത്തെ ഓർത്തഡോണ്ടിക് അല്ലെങ്കിൽ ബ്രേസസ് ട്രീറ്റ്മെന്റ് ആയിരുന്നു? She was wearing it. അത് വന്ന് she was wearing for 2 years. 2 yearsോളം എടുത്തായിരുന്നു. ഓക്കെ. അപ്പം ഇതൊരു മേജർ ചേഞ്ച് ആയിരുന്നോ അതൊരു മൈനർ കേസ് ആയിരുന്നോ? ചെറിയ ആക്ച്വലി അതിന്റെ ഒരു നീഡ് ഉണ്ടായിരുന്നില്ല ഡോക്ടർ. പക്ഷെ അവൾക്ക് ഈ ഫ്ലൈറ്റ് ബീഡിങ് ഉണ്ടായിരുന്നു കണ്ടപ്പോ ഫ്ലൈറ്റ് ആയിട്ട് പല്ല് കുറേശ്ശെ പൊന്തുണ്ടായിരുന്നു. അപ്പൊ അത് വേണ്ടിരോ എന്നുള്ളൊരു സംശയത്തിൽ പോയി ഇട്ടതാണ്. അപ്പൊ അവര് ആ സമയത്തൊന്നും പറഞ്ഞില്ല. അതിന് ശേഷമാണ് അവര് ഇതുമാതിരി അത് ഇത് റിമൂവ് ചെയ്തിട്ട് ഇത് ചെയ്തപ്പോഴാണ് സ്ലൈറ്റ് ആയിട്ട് ബ്ലീഡിംഗ് തുടങ്ങി ഡോക്ടർ. ഓക്കെ ഓക്കെ. ആ ബ്ലീഡിംഗ് ഇപ്പം തുടർച്ചയായിട്ടുണ്ടോ അതോ ഇപ്പം കുറഞ്ഞിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്കുണ്ട്. ഇടയ്ക്കിടയ്ക്കുണ്ട്. Now she is having slight problems വരുന്നുണ്ട്. ഓക്കെ ഫൈൻ. ഏതെങ്കിലും പല്ലിന് അനക്കം ലൈക്ക് മൊബിലിറ്റി ആയിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല അതില്ല. അങ്ങനെയില്ല. ഓക്കെ. സോ സി ദിസ് ക്യാൻ അറൈസ് ഡ്യൂ ടു മൾട്ടിപ്പിൾ തിങ്സ്. ദ ഫസ്റ്റ് തിങ് ഇസ് ഒരു ലോങ് ടേം ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് ആയിരുന്നു. 2 years. ഒത്തിരി ലോങ് അല്ലെങ്കിലും ഇറ്റ് വാസ് ക്വൈറ്റ് എ ഗുഡ് പീരിയഡ് ഓഫ് 2 years ഫോർ ദി ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ്. സോ അത്രയും നാൾ നമ്മളുടെ ടീത്തേൽ ഫോഴ്സസ് were being applied. And the thing is, how does orthodontic treatment work? It works because നമ്മളൊരു പല്ലിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം ആ പല്ല് ബോണിൻ്റെ അകത്തൂടെ ഇറ്റ് മൂവ്സ്. സോ ബേസിക്കലി ഒരു സൈഡിൽ ആ പല്ലിൻ്റെ ഒരു സൈഡിൽ ബോൺ കുറഞ്ഞിട്ട് മറ്റേ സൈഡിൽ ബോൺ കൂടി ബേസിക്കലി ആ പല്ലിൻ്റെ പൊസിഷൻ ഷിഫ്റ്റ് ആകുന്നു. ഇങ്ങനെയാണ് അത് നടക്കുന്നത്. അപ്പം ഒത്തിരി ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് നടന്നെങ്കിൽ then it can cause a weakness in the bone. And considering the fact that she's young, this can basically be slowed down. If at all there is any bone degradation, it can definitely... scan എടുത്തിട്ട് it's a bone degradation ഉണ്ട്. അപ്പോൾ that is hereditary എന്നുള്ള രീതിയിലാണ് they spoke to me. Hereditary. Okay. Hereditary ആണെങ്കിൽ that could be like എന്താ പറയുക, I'm not exactly sure of what other history they could have taken. The history of your family or your husband's family, these histories has to be compared to see whether it could be hereditary or ചിലപ്പം ചില particular periodontal defect, അതിൻ്റെ gumsൻ്റെ defect can be passed down from family to family. So that can be like നോർമലായിട്ട് നമ്മളുടെ പല്ലിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സസ് പോലും ഒരു അസുഖം ഉണ്ടാക്കാനുള്ള ചാൻസുകളുള്ള ഒരു കേസ് ആയിരിക്കാം. So in that case, you have to go off with the assessment of your own dentist because they will be more aware of the case. Okay, Jayashree. Okay, yes, tell me, Vidya. ഡോക്ടർ വന്ന് കണ്ടോളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഒരു തറാവായിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാമല്ലോ അല്ലേ ഡോക്ടർ? Sure. Thanks a lot, doctor. All right. Thank you, Jayashree. Thank you. Okay, thank you so much, doctor. It's been an extremely informative session. എനിക്കെന്തായാലും I get to talk to doctor a little bit more. നമുക്ക് ഇവിടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ജനറൽ ഹെൽത്ത് ആൻഡ് ഓറൽ ഹൈജീൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നത് കുറച്ചെങ്കിലും ഐ എം ഷുവർ യു ഗൈസ് ഹവ് അണ്ടർസ്റ്റുഡ്. ആൻഡ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത് ഇസ് വെരി വെരി വൈറ്റൽ. സോ ഡോക്ടറെ കാണാൻ ആഗ്രഹിക്കുന്നവർ ഓൾ യു നീഡ് ടു ഡു ഇസ് ടെക്സ്റ്റ് us on our WhatsApp number. എല്ലാ ഡീറ്റെയിൽസും പങ്കുവെക്കുന്നതായിരിക്കും. So that brings us to an end to Care and Cure segment. Thank you so much, doctor. It was a pleasure having you here. Thank you. And also Women's Era comes to an end. Today weekend ആണ്. So I hope you all have a grand weekend. ആത്രയും ഞാനും സൺഡേ 1 മണിക്ക് ഇവിടെ ഉണ്ടാവുന്നതായിരിക്കും. Until then, keep smiling and stay happy. Bye-bye.